ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങൾ നമ്മൾ വത്തിക്കാനിലേക്കാണ്. അവിടെ നിന്നുള്ള ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇനി എത്തുകയാണ്. ഇപ്പോൾ ലോക രാഷ്ട്ര തലവന്മാർ അവിടേക്ക് എത്തിയിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ലോക നേതാക്കൾ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. വത്തിക്കാനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ലോകം വിട നൽകുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക്. സജോ ദേവസ്യം തത്സമയ വിവരങ്ങളുമായി. സജോ, ഇപ്പോൾ 2.5 ലക്ഷത്തോളം വിശ്വാസികൾ വത്തിക്കാനിൽ തന്നെ എത്തിയിരിക്കുന്നു. അതുകൂടാതെ ഈ പറയുന്നത് പോലെ ടെലിവിഷനിലൂടെ തത്സമയം ഈ ദൃശ്യങ്ങൾ നോക്കി നിൽക്കുന്ന വിശ്വാസികളുണ്ട്. അവിടേക്ക് എത്താൻ പറ്റാത്ത വിശ്വാസികൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒരിക്കലെങ്കിലും നേരിട്ട് കാണാൻ ആഗ്രഹിച്ച് ആ ആഗ്രഹം സഫലമാകാതെ പോയ ഒരുപാട് വിശ്വാസികളുമുണ്ട്. വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ക്രൈസ്തവർ മാത്രമല്ല, ക്രൈസ്തവർക്ക് മാത്രം മാർപ്പാപ്പയായിരുന്നില്ല ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നുള്ളതാണ്. അങ്ങനെ ലോകത്തിന് തന്നെ മാതൃകയാകാവുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ലോകം ഓർക്കുക. ഇപ്പോൾ ദൃശ്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് പത്നിക്കൊപ്പം എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ യുദ്ധവിരുദ്ധനായ മാർപ്പാപ്പയായിരുന്നു. യുദ്ധത്തിനെതിരെ അതിശക്തമായ പ്രതികരണങ്ങൾ, അത് ലോകരാഷ്ട്ര നേതാക്കളെ ആയാലും ശക്തമായി വിമർശിക്കാൻ അദ്ദേഹം മറന്നിരുന്നില്ല. യുദ്ധവിരുദ്ധൻ മാത്രമല്ല, അഭയാർത്ഥികളോട് കരുണ കാണിക്കണമെന്ന് എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ അഭയാർത്ഥികൾക്കൊപ്പം അവരെ കാണാൻ വിവിധ ഇടങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ സന്ദർശിച്ച മാർപ്പാപ്പയാണ് അദ്ദേഹം. അഭയാർത്ഥികളെ പറഞ്ഞയക്കുന്ന പുതിയ പ്രസിഡന്റിൻ്റെ നിലപാടിനോട്, അമേരിക്കൻ പ്രസിഡന്റ് നിലപാടിനോട് അതിശക്തമായി തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രതികരിച്ചത്. ഇത് ക്രൈസ്തവരുടെ രീതിയല്ല, ഇങ്ങനെ ചെയ്യുന്നത് ക്രൈസ്തവ വിശ്വാസിയായിരിക്കില്ല എന്ന ശക്തമായ വാക്കുകൾ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകി എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കാരണം അമേരിക്കയിൽ ഒരുപാട് വിശ്വാസികളുണ്ട്. അവർ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സ്നേഹത്തോടെ ഓർക്കുന്നു, വിശ്വാസത്തോടെ നമിക്കുന്നു. അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ദിവസമാണ്, ദുഃഖം നിറഞ്ഞ ദിവസമാണ്. അപ്പോൾ അവരുടെ പ്രതിനിധിയായി കൂടിയാണ് ഇപ്പോൾ വിമർശനങ്ങൾ കൂടി കേട്ട ഡൊണാൾഡ് ട്രംപ് അവിടെ എത്തുന്നത് വേണം മനസ്സിലാക്കാൻ. സജോ, ഈ ചടങ്ങിൻ്റെ പ്രത്യേകതകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വത്തിക്കാനിലെ ചടങ്ങ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ കബറിടം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം റോമിലെ ക്രൈസ്തവ ലോകത്തിലെ തന്നെ പ്രധാന 4 പള്ളികളിൽ ഒന്നായ സാന്റാ മറിയ മാഗ്ഗിയോറിൻ്റെ ബസലിക്കയാണ് സ്വയം തിരഞ്ഞെടുത്തത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക. ഏറ്റവും ലളിതമായ രീതിയിൽ വേണം ചടങ്ങുകളെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. ഈ ചടങ്ങുകൾ നമുക്ക് എങ്ങനെ വിവരിക്കാം സജോ? സ്മൃതി, ട്രംപിന്റെ സാന്നിധ്യം നമ്മൾ പ്രേക്ഷകരെ അറിയിച്ച ഘട്ടത്തിൽ കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഏറ്റവും ഒടുവിൽ സന്ദർശിച്ച ലോക നേതാക്കളിൽ ഒരാൾ JD വാൻസ് ആണ്, അതായത് US വൈസ് പ്രസിഡന്റാണ്. ആ ഘട്ടത്തിൽ പോലും അദ്ദേഹം കൃത്യമായ നിലപാട് JD വാൻസിനോടൊപ്പം പ്രകടിപ്പിച്ചിരുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും. മാർപ്പാപ്പയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിയോഗ ഘട്ടത്തിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള അനുസ്മരണം എന്ന് ഞാൻ കരുതുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയും അദ്ദേഹം പോപ്പ് മാത്രമായിരുന്നില്ല, ലോകത്തിൻ്റെ ഹോപ്പായിരുന്നു. എന്ന് വെച്ചാൽ പ്രത്യാശയായിരുന്നു. ആ പ്രത്യാശയുടെ വിളക്കാണ് അണയുന്നത്. ഇനിയിപ്പോൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്യൂണറൽ മാസ് അഥവാ വിശുദ്ധ കുർബാനയാണ് നടക്കാൻ പോകുന്നത്. അത് കർദിനാൾ തിരുസംഘത്തിൻ്റെ ഡീൻ ആയ ജോവാനി ബാറ്റിസ്റ്റ റേ യുടെ അധ്യക്ഷതയിൽ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും നടക്കുക. കർദിനാൾ തിരുസംഘത്തിലെ അംഗങ്ങൾ, ഒപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ലോക നേതാക്കളുടെ പ്രതിനിധികൾ, അതോടൊപ്പം വിശ്വാസികൾ, കത്തോലിക്ക വിശ്വാസികൾ മാത്രമല്ല, പോപ്പിനെ നേരത്തെ പറഞ്ഞതുപോലെ ഹോപ്പായി കണ്ടിരുന്ന നിരവധി മനുഷ്യർ വത്തിക്കാനിലേക്ക് ഇതിനകം ഒഴുകിയെത്തിയിട്ടുണ്ട്. ആ ഫ്യൂണറൽ മാസ് നടക്കും. അതിനുശേഷം അദ്ദേഹം തിരഞ്ഞെടുത്ത സാന്താ മരിയ മെജോറ ബസിലിക്കയാണ്. ആ ബസിലിക്കയ്ക്ക് പല പ്രത്യേകതയുമുണ്ട്. ഒന്ന്, ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലിക യാത്രകൾ തുടങ്ങിയതും അവസാനിപ്പിച്ചതും, എല്ലാ അപ്പസ്തോലിക യാത്രകളും തുടങ്ങിയതും അവസാനിപ്പിച്ചതും ഈ ബസിലിക്കയിലാണ്. അത് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നു. സമീപകാലത്ത് ഏറ്റവും ഒടുവിൽ 1903 മാത്രമാണ് ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് പുറത്ത് ഒരു പോപ്പിനെ അടക്കിയിട്ടുള്ളത്. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെയും പുറത്ത് പോപ്പുമാരെ അല്ലെങ്കിൽ മാർപ്പാപ്പമാരെ അടക്കിയിട്ടുണ്ട്. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വയം ആ ബസിലിക്ക തിരഞ്ഞെടുക്കുകയാണ് അതിന് പുറത്തേക്ക്. സമീപകാലത്തെല്ലാം അന്തരിച്ച മാർപ്പാപ്പമാരെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഭാഗമായ സ്ഥലത്താണ് സംസ്കരിച്ചിരുന്നത്. അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ്. വത്തിക്കാനിലെ വിശ്വാസപരമായ ചടങ്ങുകൾ കൂടിയാണ് അത്.